വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 ആണ്. മുസാഹമാതു ഹന്നാമീന ഫിൽ ഖിസ്സ വർ റിവായ. കഥയിലും നോവലിലും ഹന്നാമീനയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ദിറാസത്തുൽ അദീബി വ ഹയാതിഹി. ഒരു സാഹിത്യകാരനെ കുറിച്ചുള്ള പഠനം, അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനം എന്നുള്ളത് ഖബ്ല തഅമ്മുഖി ഫീ കുതുബിഹി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് തുളീഫു ബുഅദൻ ജദീദൻ ലിതജ്രിബത്തിൽ ഖിറാഅ, വായന എന്ന അനുഭവത്തിൻ്റെ പുതിയ തലങ്ങളെ അവ കൂട്ടിച്ചേർക്കും, അവ ലഭ്യമാക്കും. ഹൈസു തുഖദ്ദിമു ലിൽ ഖാരിഇ ഫഹ്മൻ അഅ്മഖ്, കാരണം വായനക്കാരന് ആഴമേറിയ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ലിസ്സിയാഖി സഖാഫി, ഒരു സാംസ്കാരികമായ സാഹചര്യത്തെക്കുറിച്ച്, വത്താരീഖി, ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ച്, അല്ലദീ കതബ ഫീഹിൽ അദീബു അഅ്മാലഹു, ആ സാഹിത്യകാരൻ തൻ്റെ വർക്കുകളെല്ലാം എഴുതിയിട്ടുള്ള അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, സാംസ്കാരിക പശ്ചാത്തലം, ഈ സന്ദർഭങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മിൻ ഖിലാലി മഅരിഫത്തിൽ ഖൽഫിയ്യ അശ്ശഖ്സിയ്യ ലിൽ അദീബ്, ഒരു സാഹിത്യകാരൻ്റെ വ്യക്തിപരമായിട്ടുള്ള പിന്നാമ്പുറങ്ങളിലെ ബാക്ക്ഗ്രൗണ്ടുകളെക്കുറിച്ച് അറിയുക എന്നുള്ളത്, അതിലൂടെ യുംകിനുൽ ഖാരി അൻ യക്തശിഫൽ അസ്ബാബ്, വായനക്കാരന് ചില കാരണങ്ങളെ വ്യക്തമായി കിട്ടും. അല്ലത്തി ദഫഅതുഹു ലി മുആലജതി മൗദൂആത്തിൻ മുഅയ്യന ബിഉസ്ലൂബിഹി അൽ ഫരീദ്, ആ എഴുത്തുകാരൻ്റെ വ്യതിരിക്തമായ ശൈലിയിൽ ഇങ്ങനെ നിർണിതമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രേരിതമായിട്ടുണ്ട് എന്ന കാരണങ്ങൾ മനസ്സിലാവുക. ആ സാഹിത്യകാരൻ ജീവിച്ച സാഹചര്യം, അയാളുടെ ചുറ്റുപാടുകൾ, അവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ, അവിടുത്തെ സാംസ്കാരിക വിഷയങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഹാദിഹി ദിറാസ, ഈ ഒരു പഠനം തുതീഹുലിൽ ഖാരി ഇസ്തിആബ് അൽ അഫ്കാർ അൽ അസാസിയ, വായനക്കാരന് അടിസ്ഥാനപരമായ ചിന്തകളെ പരിപൂർണമായി മനസ്സിലാക്കാൻ കാരണമാക്കും. വതഅറുഫ് അല തഅ്സീറാത്തിൽ അദബിയ്യ, സാഹിത്യപരമായ സ്വാധീനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലത്തി സഖലത്ത് ഉസ്ലൂബ് അൽ കാത്തിബ്, വായനക്കാരൻ്റെ ശൈലിയെ പോളിഷ് ചെയ്തെടുത്തിട്ടുള്ള, അതിനെ ശുദ്ധമാക്കിയെടുത്തിട്ടുള്ള സാഹിത്യ സ്വാധീനങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. മിമ്മ യുഅസ്സിസു മിൻ ഫഹ്മിൻ നുസൂസ്, ഇതാവട്ടെ അയാൾ എഴുതിയിട്ടുള്ള ആ ടെക്സ്റ്റിനെ, പാഠഭാഗത്തെ കൂടുതൽ ഗ്രഹിക്കാൻ വായനക്കാരെ പ്രാപ്തമാക്കും. വയുദ്ഫി അലൈഹ, മാത്രവുമല്ല അത് വായനക്കാരന് അധികമായി നൽകും. ഗിനൻ വ ഇസ്റാഅൻ, കൂടുതൽ സമ്പന്നതയും സ്വാധീനവും നൽകും. ബിൽ ഇലാഫത്തി ഇലാ ദാലിക്, ഇതിനും പുറമെ യുംകിനു അൻ തുതീഹ ലനാ, നമുക്ക് കൂടുതലായിട്ട് അവസരം ലഭിക്കും. ഹാദിഹിൽ മഅരിഫ, ഈ ഒരു അറിവ് നമുക്ക് കൂടുതലായി നൽകും. തഖ്ദീർ തജാറുബിൽ അദീബ് അശ്ശഖ്സി, തഖ്ദീർ തജാറുബിൽ അദീബ് അശ്ശഖ്സിയ, സാഹിത്യകാരൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അതിനെ കണക്കാക്കാൻ, അതിൻ്റെ തോത് എത്ര ഉണ്ടെന്ന് കണക്കാക്കാനും നമുക്ക് അവസരം നൽകും. സവാഅൻ കാനത്ത് മുൽഹിമ ഔ സവിയ, അത് എന്തെല്ലാം ഇൻസ്പിറേഷനാണോ അല്ലെങ്കിൽ ട്രാജഡിയാണോ, ഈ രൂപത്തിലൊക്കെ, അത് ഏത് രൂപത്തിലാണെങ്കിലും അത് കണക്കാക്കാൻ, നമുക്ക് അതിൻ്റെ അളവ് കണക്കാക്കാൻ നമ്മെ സഹായിക്കും. വകൈഫ നഅകസത് ഹാദിഹി തജാറുബു അല ശഖ്സിയാത്തിൻ വ അഹ്ദാസി ഖിസസിഹി, തൻ്റെ കഥയിലെ സംഭവങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ, ഇവരുടെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളവ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും മനസ്സിലാക്കി തരും. ബിർറഗ്മി മിൻ ദാലിക്, ഇപ്പറഞ്ഞതിനും പുറമെ യളില്ലു അൽ ബഅദ് യുഫദ്ദിലൂന ഖിറാഅത്തൻ നുസൂസിൽ അദബിയ്യ, ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഇപ്പറഞ്ഞ പോലെയൊക്കെയാണെങ്കിലും ചില ആളുകൾ, യളില്ലുൽ ബഅദ് യുഫദ്ദിലൂൻ, ചില ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് ഖിറാഅത്തൻ നുസൂസിൽ അദബിയ്യ, സാഹിത്യ പാഠഭാഗങ്ങൾ, ടെക്സ്റ്റുകൾ വായിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുക. ദൂന അയ്യ ഖൽഫിയത്തിൻ മുസ്ബഖ, മുമ്പ് ആ വായനക്ക് മുന്നേ ഉള്ള മുൻ സാഹചര്യങ്ങളെ പരിഗണിക്കാതെ, അത് ലിൽ ഇസ്തിംതാഇ, ചില ആസ്വാദനത്തിന് വേണ്ടി, ബി തജ്രീബ അൽ അദബിയ്യ ബി സ്വഫഇഹ, സാഹിത്യ അനുഭവങ്ങളെ അത് തെളിമയാർന്ന രൂപത്തിൽ തന്നെ അത് ആസ്വദിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതിന് മുന്നേ എന്തൊക്കെ സംഭവിച്ചു, എഴുത്തുകാർ എന്തൊക്കെ ചിന്തകളുണ്ട്, എവിടെയൊക്കെ സ്വാധീനങ്ങളുണ്ട്, ഏതൊക്കെ കാഴ്ചപ്പാടുകളുണ്ട്, ഇതൊന്നും പരിഗണിക്കാതെ. മിമ്മ യജ്അലുൽ അംറ ഫി നിഹായ, അങ്ങനെ വരുമ്പോൾ ഏറ്റവും അന്ത്യത്തിൽ നമുക്ക് പറയാൻ പറ്റുക, മസ്അലത തഫ്ളീൽ, ഏത് പ്രാധാന്യം കൊടുക്കണം എന്ന വിഷയം അത് ശഖ്സി
അത് വ്യക്തിപരമാണ്. യതവഖഫു അലാ മാ യുഅസ് തജ്രിബത്തുൽ ഖിറാഅ ബിന്നിസ്ബത്തിൽ ലിൽ ഫർദ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വായനാനുഭവത്തെ ശക്തിപ്പെടുത്തുന്നിടത്ത് അവൻ സ്വീകരിക്കുന്ന നിലപാടാണ്. അത് വ്യക്തിപരമാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, എഴുത്തുകാരനും മുന്നത്തെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, പഠിക്കുന്നു. ചില ആളുകൾ ഡയറക്റ്റ് അയാൾ എഴുതി വെച്ച കാര്യങ്ങൾ പഠിക്കുന്നു. വനഹ്നു ഫി ഹാദിഹിൽ വഹ്ദ, ഈ ഒരു യൂണിറ്റിൽ നാം ലക്ഷ്യം വെക്കുന്നത്, നാം നതഅറഫു അലാ ശഖ്സിയ അദീബ് മഷ്ഹൂർ ലഹു മുസാഹമാത്തുൻ ഖയ്യിമ ഫിൽ അദബിൽ ഖസസി അൽ അറബി വഅമാലിഹിൽ അദബിയ്യ. പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനെ പറ്റിയാണ്, അയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. സാഹിത്യ മേഖലകളിൽ വളരെയധികം മൂല്യവത്തായ സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഫിൽ അദബിൽ ഖസസി അൽ അറബി, അറബി കഥ സാഹിത്യ മേഖലയിലും, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളിലൊക്കെ. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആ വ്യക്തി ആരാണ്? ഇത് ഹന്നാമീനയാണ്. അപ്പോൾ ഡിസ്കഷൻ്റെ പാട്ടിൽ ഹന്നാമീന ലംഹത്തും മിൻ സീറത്തി ഹയാത്തിഹി, അയാളെ ജീവചരിത്രത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം. ഹന്നാമീന ഹുവ റിവായിയുൻ സൂരിയുൻ, സിറിയൻ നോവലിസ്റ്റാണ്. ഉലിദ ഫി മദീനത്തിൽ ലാദിഖിയ ആം 1924 മിലാദിയ, 1924 ലാദിഖിയ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആന മിൻ ഫഖിരിൻ മുദ്ഖിഇൻ അജ്ബറഹു അലാ തർക്കി ദിറാസ വൽ അമൽ ഫി മിഹനിൻ ഷത്ത. ഇയാളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ ഇയാളുടെ ചെറുപ്പ കാലഘട്ടം അങ്ങേയറ്റം ദുരിതപൂർണമായിരുന്നു. ഫഖിരിൻ മുദ്ഖിൻ, ഫഖർ എന്ന ദാരിദ്ര്യം, അത് മുദ്ഖിൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ദുരിതപൂർണമായ രൂപത്തിൽ. എത്രത്തോളം ദുരിതം നിറഞ്ഞത്? അജ്ബറഹു അലാ തർക്കി ദിറാസ, പഠനം ഒഴിവാക്കുക എന്നുള്ളത് അദ്ദേഹത്തെ ആ ദാരിദ്ര്യം നിർബന്ധം ചെലുത്തി. വൽ അമല ഫി മിഹനിൻ ഷത്ത, വ്യത്യസ്ത ജോലികളിൽ, വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനാക്കി. മുക്തസിബൻ ഖിബ്റാത്തിഹിൽ ഹയാത്തിഹിൽ ഖനിയ, അത് അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ ജീവിതാനുഭവങ്ങൾ നേടിക്കൊടുക്കാൻ കാരണമായി. അല്ലത്തി സതുഷക്കിലു ലാഹിഖൻ മാദ്ദത്തൻ അസാസിയ ലി അഅമാലിഹിൽ അദബിയ, അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികൾക്കും സാഹിത്യ വർക്കുകൾക്കുമുള്ള അടിസ്ഥാന സംഗതിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാദ്ദത്തായിട്ട്, ബേസായിട്ട് പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്ന അത്തരം സമ്പന്നമായ അനുഭവങ്ങൾ നേടിക്കൊടുത്ത വ്യത്യസ്തങ്ങളായ ജോലികൾ. ലം യംനഉഹു ഗിയാബു തഅലീമിർ റസ്മി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള അകന്നു നിൽക്കൽ അത് അദ്ദേഹത്തെ തടഞ്ഞില്ല. മിന തഅല്ലും ബിനഫ്സിഹി, സ്വയം പഠിക്കുക എന്ന കാര്യത്തിൽ നിന്ന്. അഥവാ അദ്ദേഹം സ്വയം കുറേ കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ ഒഫീഷ്യലായിട്ട് പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യമായിരുന്നു കാരണം. അങ്ങനെ മുസാബിറൻ അലൽ ഖിറാഅ വൽ കിതാബ, എഴുത്തിലും വായനയിലും അദ്ദേഹം ചടഞ്ഞിരുന്നിട്ടുണ്ട്. ആഷ ഹന്നാമീന തുഫൂലത്തുഹു ഫി ഇഹ്ദാ ഖുറ ലിവാ ഇസ്കന്ദ്രോൻ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടം അദ്ദേഹം കഴിച്ചുകൂട്ടിയത്, ജീവിച്ചത് ഫി ഇഹ്ദാ ഖുറ ലിവാ ഇസ്കന്ദ്രോൻ, ലിവാ ഇസ്കന്ദ്രോൻ്റെ ഒരു ഗ്രാമത്തിലാണ്. ലിവാ ഇസ്കന്ദ്രോ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജാക്ക് ഓഫ് അലക്സാൻഡ്രേറ്റ, സിറിയയിലെ ഒട്ടോമിയൻ പീരീഡിലെ ആ കാലഘട്ടത്തിൽ അവർ ഭൂമിശാസ്ത്രപരമായി വിഭജനം നടത്തുമ്പോൾ ഒരു ജില്ല എന്നൊക്കെ പറയും പോലെ ഒരു വലിയ ഭൂപ്രദേശത്തിന് ലിവാ എന്ന് വെച്ചിട്ടാണ് പറയാം. അപ്പോൾ ലിവാ ഇസ്കന്ദ്രോ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. അലസാഹിൽ സൂരി, സിറിയൻ തീരപ്രദേശത്തിലുള്ള. ഫിആം 1939 മിലാദിയ, 1939 ആദമ ആയിലത്തിഹില മദീനത്തിൽ ലാദിഖിയ, അവിടുന്ന് അദ്ദേഹം വീണ്ടും തൻ്റെ പട്ടണമായ സ്വദേശമായ ലാദിഖിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി. അല്ലത്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം, അല്ലത്തി കാനത്ത് തുമസ്സിലു ലഹു മസ്ദറ ഇൽഹാമിൻ വഇഷ്ഖിൻ ബിഫദ്ലി ജിബാലിഹ വബഹ്രിഹ, ഈ ലാദിഖിയ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൽഹാമിൻ്റെ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നതാണ്. ഇൽഹാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറേ ബോധമുണ്ടായിട്ടുള്ള, വഇഷ്ഖിൻ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട, അതിൻ്റെ ഇഷ്ഖിൻ്റെ സ്രോതസ്സായിട്ടും അദ്ദേഹം ലാദിഖിയെ കണക്കാക്കുന്നു. എന്തുകൊണ്ട്? ബിഫദ്ലി ജിബാലിഹ വബഹ്രിഹ, ആ പ്രദേശത്തിലുള്ള മലകളും അവിടുത്തെ കടലുകളും അതിൻ്റെ ഒക്കെ ശ്രേഷ്ഠത കൊണ്ട്. ബദഅ ഹയാത്തുൽ മെഹനിയ, അദ്ദേഹത്തിൻ്റെ ജോലിപരമായ ജീവിതം അത് ആരംഭിക്കുന്നത് ബി കെഫാഹിൻ കബീരിൻ, വലിയ സംഘടനത്തിലൂടെയാണ്. ഹൈസു അമല ഫിൽ ബിദായ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരംഭഘട്ടങ്ങൾ അദ്ദേഹം ജോലി ചെയ്ത് കഹല്ലാഖിൻ, ആദ്യം ബാർബറായിട്ട്, വഹമ്മാലിൻ ഫി മൈന ലാദിഖിയ, ലാദിഖിയ മൈന എന്ന തുറമുഖം, ലാദിഖിയ തുറമുഖത്തിലെ ചുമട്ട് തൊഴിലാളിയായിക്കൊണ്ട്. സുമ്മ ക ബഹാരിം അല സുഫ്നി വൽ മറാക്കിബ്, പിന്നീട് വാഹനങ്ങളിൽ അതേപോലെ കപ്പലുകളിലൊക്കെയുള്ള കപ്പിത്താനായിക്കൊണ്ട്. അങ്ങനെ പല ജോലികൾ. ഇസ്തഖല ഫി മിഹൻ അദീദ ഉഖ്റ, വേറെയും എണ്ണമറ്റ ജോലികളിൽ അദ്ദേഹം വ്യാപൃതനായി. മിൻഹ മുസല്ലിഹ് ദറാജാത്ത്, എത്രത്തോളം അദ്ദേഹം ഒരു വേള മുസല്ലിഹ് ദറാജാത്ത്, സൈക്കിളിൻ്റെ റിപ്പയർ പണി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മുറബി അത്ഫാൽ,
അതോടൊപ്പം കുട്ടികളെ നോക്കുന്ന പണി. ഫി ബൈത്തി സയ്യിദിൻ ഖനിയൻ, സമ്പന്നനായ ഒരാളുടെ വീട്ടിലെ മക്കളെ വളർത്തുന്ന അവരെ നോക്കുന്ന ജോലി. വഅമിൽ ഫി സ്വൈദലിയ, അതോടൊപ്പം സ്വൈദലിയയിലെ ജോലിക്കാരനായിട്ട്, ഫാർമസിയിലെ ജോലിക്കാരനായിട്ട്. വസുഹഫിയൻ, ഒരു വേള പത്രപ്രവർത്തനമായിട്ട്. സുമക്കാത്തിബ് മുസൽസലാത്ത് ഇദാഇയ്യ, പിന്നീട് റേഡിയോയിലെ സീരീസ് എഴുതുന്ന എഴുത്തുകാരനായിട്ട്. ലിൽ ഇദാഅ സൂരിയ ബില്ലുഗൽ അമിയ, സിറിയൻ റേഡിയോയിലെ എഴുത്തുകാരനായി. ബില്ലുഗൽ അമിയ, അദ്ദേഹം കൊളോക്കിയൽ ലാംഗ്വേജിലാണ് എഴുതിയത്. വമോദിഫ് ഹുക്കൂമി, അതോടൊപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട്. ഇല അൻ അസ്ബഹ റിവായിയൻ, അങ്ങനെ താണ്ടിക്കടന്ന അവസാനം അദ്ദേഹം ഒരു നോവലിസ്റ്റായി മാറുകയാണ്. സാഹമ ഫി തഅസീസ് റാബിതത്തിൽ കുത്താബി സൂറിയീൻ, സിറിയൻ എഴുത്തുകാർ സംഘമായിട്ടുള്ള സംഘടനയായിട്ടുള്ള റാബിതത്തുൽ കുത്താബി സൂറിയീൻ അതിൻ്റെയും അതേപോലെ ഇത്തിഹാദുൽ കുത്താബിൽ അറബ്, ഈ രണ്ട് സംഘടനകളുടെയും സ്ഥാപനത്തിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. വഖാദ തജാറുബ് മുതനവ്വിഅ, വൈവിധ്യമായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് അസ്സറത്ത് അല റുയതിഹി ലിൽ ആലം, ലോകത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വനുദൂജി അഫ്കാരിഹി, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ അത് പാകപ്പെടുത്തുന്നിടത്തും. തൂഫിയ ഹന്നാമീന ബഅദ മുആനാതിൻ മഅൽ മറദ്, രോഗത്തോട് മല്ലിട്ടുകൊണ്ട് ഹന്നാമീൻ അവസാനം വഫാത്തായി ഓഗസ്റ്റ് 21, 2018. ഇതാണ് ഹന്നാമീന ജീവിച്ചു വന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പട്ടിണിയുടെ കാലഘട്ടം, ഒരു മേഖലയിൽ നിന്നും ഉറച്ചു നിൽക്കാൻ കഴിയാത്തത്ര കഷ്ടപ്പാടുകളുടെ അവസ്ഥകൾ, അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം, അവസാനം അദ്ദേഹം എത്തിപ്പെട്ട ജോലികൾ, പിന്നീട് അദ്ദേഹം എത്തുന്ന ഒരു റിവായി എന്ന ഒരു പദവിയിലെത്തുന്നത്, പിന്നെ അവരെ സംഘം രൂപപ്പെടുത്തുന്നത്, അങ്ങനെ 2018 ഈ അടുത്ത കാലത്ത് അദ്ദേഹം വഫാത്താവുന്നു. ഈ ഒരു ചിത്രം ഇയാളുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഉണ്ടാവണം. ഇനി സാഹിത്യപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സാംസ്കാരികപരമായ മേഖലകളെ പരിശോധിക്കുമ്പോൾ മസീറത്തുഹു അൽ അദബിയ ഫി അവാഖിൽ അർബഈനിയാത്ത് മിനൽ ഖർനിൽ 20, 20ാം നൂറ്റാണ്ടിലെ 40കളിൽ, അതിൻ്റെ 40കളുടെ അവാഖിർ അവസാനത്തിൽ ഖത്ത ഹന്നാമീന ഖുതവാതിഹി അൽ ഊല ഫി ആലമിൽ കിതാബ, എഴുത്ത് എന്ന ലോകത്തിൽ തൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ വെക്കുന്നത് ഈ 40കളുടെ അവസാനത്തിലാണ്. മുൻഷിറൻ ഖിസസുൽ ഖസീറ, തൻ്റെ ഷോർട്ട് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്തുകൊണ്ട്. ഫിസ്സുഹഫി വൽ മജല്ലാത്ത്, പത്രങ്ങളിലും മാഗസിനുകളിലും. അങ്ങനെ 1954 സുദറത്ത് റിവായാത്തിഹി അൽ ഊല, അദ്ദേഹത്തിൻ്റെ റിവായത്തഹു അൽ ഊല, ഒന്നാമത്തെ നോവൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അൽ മസാബിഹു സർഖ് എന്നാണ് അതിൻ്റെ പേര്. ലിതുഅലിന, അത് ഒരു അറിയിപ്പായിരുന്നു. മീലാദ നജ്മിൻ സാതിഇൻ, ഉദിച്ചുയർന്ന ഒരു നക്ഷത്രത്തിൻ്റെ പിറവിയെക്കുറിച്ചുള്ള. ഫി സമാ ഇർ റിവായ അൽ അറബിയ, അറേബ്യൻ നോവലിൻ്റെ ആകാശ ലോകത്ത് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രത്തിൻ്റെ പിറവി അറിയിക്കുന്ന നോവലായിരുന്നു സത്യത്തിൽ അത്. തതാലത്ത് ഇബ്ദാഅത്തു മീന ബഅദ ദാലിക്, അതിനുശേഷം മീനയുടെ എഴുത്തുകൾ ക്രിയേറ്റീവായിട്ടുള്ള എഴുത്തുകൾ ഇങ്ങനെ തുടർന്നു വന്നു. ഫകതബ അക്സറ മിൻ 30 റിവായ, 30ലധികം നോവലുകൾ അദ്ദേഹം എഴുതി. നാഹിക അൻ അശറാത്തിൽ ഖിസസ് അൽ ഖസീറ, അതിൽ തന്നെ 10ഓളം ചെറുകഥകളും വൽ മഖാലാത്ത്, മറ്റു ലേഖനങ്ങളും ഉണ്ട്. താരിഖൻ ഇർസൻ അദബിയൻ ഖനിയൻ, സമ്പന്നമായ സാഹിത്യ പൈതൃകത്തെ വിട്ടേച്ചുകൊണ്ട്, അതും യുസ്രി അൽ മക്തബ് അൽ അറബിയ, അറബിക് ലൈബ്രറികളെ സമ്പന്നമാക്കുന്ന. വയുൽഹിമുൽ അജിയാൽ അൽ ഖാദിമ, വരും തലമുറകൾക്ക് വഴി കാണിക്കുന്ന, അവർക്ക് മാർഗദർശനം നൽകുന്ന. തുർജിമത്ത് അഅമാലുഹു ഇല അക്സർ മിൻ 15 ലുഗ, 15ലധികം ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വനാലത്ത് ജവായിസ അദബിയ മർമൂഖ, ഉന്നതമായ സാഹിത്യ പ്രൈസുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മിസ്ലു ജായിസത്തി ലോട്ടസ് ആം 1997 അദ്ദേഹത്തിന് ജായിസത്ത് ലോട്ടസ് ലഭിക്കുന്നുണ്ട്. ഇൻളമ മീന ഇല റുവാദിൽ വാഖഇയ്യ ഫി റിവായ അൽ അറബിയ, അറബിക് നോവലിസ്റ്റുകളുടെ കൂട്ടത്തിലെ വാഖഇയ്യ, റിയലിസം എന്ന ആ മേഖലയിൽ എഴുതുന്ന എഴുത്തുകാരുടെ ലീഡർ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. മുജസ്സിദൻ മുആനാത്തി തബഖാത്തിൽ ഫഖീറ, ദരിദ്ര വിഭാഗങ്ങളുടെ പ്രയാസങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട്, മുജസ്സിദൻ അവർക്ക് ബോഡി നൽകിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അതിനെ രൂപപ്പെടുത്തിക്കൊണ്ട്. വൽകാദിഹ ഫി അഅമാലിഹി, തൻ്റെ ജോലിയിൽ അങ്ങേയറ്റം അധ്വാനിച്ചുകൊണ്ട്. മുസല്ലിത്തൻ ദൗ, വെളിച്ചം വീശിക്കൊണ്ട്. അലാ തനാഖുദാത്തിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും വദുൽമിഹ, അവിടെ അനുഭവിക്കുന്ന അക്രമങ്ങളെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട്. റക്കസ അലാ തസ്വീരി ഹയാത്തി അഹ്ലിൽ ബഹർ, അതോടൊപ്പം അദ്ദേഹം കടലിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ ചിത്രീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മിമ്മ ജഅലഹു യുഅറഫു, അത് പിന്നീട് അദ്ദേഹത്തെ അറിയപ്പെടാൻ കാരണമായി ബിറിവാഇയുൽ ബഹർ, റിവാഇയുൽ ബഹർ എന്ന അപരനാമത്തിൽ. തമയ്യസ ഉസ്ലൂബുഹു, അദ്ദേഹത്തിൻ്റെ ശൈലി വ്യതിരിക്തമാകുന്നുണ്ട്. ബിൽ ബസാത്തത്തി വസ്സലാസ, ബസാത്തത്ത് കൊണ്ടും സലാസത്ത് കൊണ്ടും. ബസാത്ത എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി, സലാസ എന്ന് പറഞ്ഞാൽ സ്മൂത്ത്നെസ്,
അദ്ദേഹത്തിൻ്റെ രചനയുടെ ശൈലി അങ്ങനെയായിരുന്നു. മുവദ്ദിഫൻ അൽ ലഹ്ജ അൽ ആമിയ അഹ്യാനൻ, ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം കൊളോക്കിയൽ ലാംഗ്വേജിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലിദ്ഫ ഇസ്സിമ അൽ മഹല്ലിയ അല റിവായത്തിഹി, തൻ്റെ നോവലുകൾക്ക് ഒരു പ്രാദേശിക പ്രത്യേകത വർദ്ധിപ്പിച്ചു ലഭിക്കാൻ വേണ്ടി ഇഹ്തമ ബിൽ ഖദായ അൽ ഇജ്തിമാഇയ്യ വ സിയാസിയ്യ, അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ ശ്രദ്ധ ചെലുത്തി. വഅബ്ബറ അൻ ആറാഇഹി, തൻ്റെ അഭിപ്രായങ്ങൾ ആവിഷ്കരിച്ചു. ബിജുർഅത്തിൻ വസ്റാഹത്തിൻ, വളരെ ധൈര്യത്തോടെ വ്യക്തതയോടെ. മിമ്മ ജഅലഹു ഹദ്ഫൻ ലിന്നഖദ്, അത് അദ്ദേഹത്തെ പിന്നീട് നിരൂപണത്തിന് ലക്ഷ്യമാകാൻ കാരണമായിട്ടുണ്ട്. വർ-റിഖാബ, ചില സമയങ്ങളിൽ സെൻസർഷിപ്പിനും, ഫി ബഅദിൽ അഹ്യാൻ, മറ്റു സന്ദർഭങ്ങളിൽ. തനവ്വഅത് അഅ്മാലു ഹന്നാമീന അൽ ഖിസസിയ്യ, ഹന്നാമിനയുടെ കഥ എന്ന ആ മേഖലയിലെ വർക്കുകൾ വൈവിധ്യമാകുന്നുണ്ട്. ലിതഷ്മുല മുഖ്തലിഫ് ജവാനിബിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിക്കൊണ്ട്. അത് മിനൽ വാഖിഇയ്യ അൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ റിയലിസം, ഇല റൊമാൻസിയ വ സിയാസിയ, അതോടൊപ്പം സോഷ്യൽ റിയലിസം മുതൽ റൊമാൻറ്റിസം, രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ മേഖലകളിലേക്ക് എത്തി നിൽക്കുന്ന രൂപത്തിൽ. അവിടെ കാണുന്ന ചില പോയിന്റുകൾ. അൽ ബഹ്റു ഹാദിറൻ, അദ്ദേഹത്തിൻ്റെ രചനകളിലെ പ്രത്യേകതകളാണ്. ഒന്ന്, സമുദ്രം അവിടെ എപ്പോഴും ഒരു വിഷയമായി വന്നിട്ടുണ്ട്. ജസദമീന ഫിൽ അദീദ് മിൻ റിവായാത്തിഹി, തൻ്റെ അധിക റിവായകളിലും അദ്ദേഹം കടലിനെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മിസ്ലു ഇതുപോലെ അൽ ബഹ്റു വസ്സുഫിൻ, ആ ഒരു നോവലിൽ കാണാൻ പറ്റും. വഷിറാഉൻ ഫിൽ ആസിഫ എന്ന നോവലിലും. അതൊക്കെയും സിറാഉൽ ഇൻസാനി മഅൽ ബഹർ, കടലുമായി മനുഷ്യൻ മല്ലിടുന്നതിനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മുസല്ലിത്തൻ അല്ലാഹു അല ഹയാത്തിൽ ബഹാറ മുആനാതിഹിം, കടൽ ജീവനക്കാരുടെ പ്രതിസന്ധികളും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അദ്ദേഹം വെളിച്ചം വീശിക്കൊണ്ടാണ് അത്തരം രചനകൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്നാൽ വാഖിഉൽ ഇജ്തിമാഇ, അദ്ദേഹം എഴുതുന്ന ഒരു മേഖലയാണ് സോഷ്യൽ റിയലിസം എന്നുള്ളത്. ലം യഫ്അൽ മീന അൻ ഖളായ മുജ്തമഇഹി, തൻ്റെ സമൂഹത്തിൻ്റെ പ്രതിസന്ധികളെ മീന ഒരിക്കലും ചെയ്തിട്ടില്ല. ലം യഗ്ഫൽ എന്നാണ്, അശ്രദ്ധമായിട്ടില്ല, അവഗണിച്ചിട്ടില്ല. ഫസവ്വറ ഫഖ്റ തബഖാത്തി ശഅബിയ്യ, ആളുകൾക്കിടയിലെ ദരിദ്ര വിഭാഗത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. വകഫാഹിഹ മിൻ അജ്ലിൽ ബഖാ, നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തുന്ന സംഘടനകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കമാ ഫി റിവായത്ത് അൽ യാത്തിർ എന്ന റിവായയിലൊക്കെ അത് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. മറ്റൊരു ഹുമൂമുൽ അറബിയ, അറബികളുടെ ദുഃഖം. അബ്ബറ മീന അൻ ഹുമൂമിൽ ഉമ്മത്തിൽ അറബിയ, അറേബ്യൻ സമൂഹത്തിന് ദുഃഖത്തെ അദ്ദേഹം ആവിഷ്കരിച്ചു. വനിദാലിഹ, അവർ സംഘടനത്തെയും, മിൻ അജ്ലിൽ ഹുർരിയ വൽ കറാമ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ആദരവിന് വേണ്ടിയും അവർ നടത്തുന്ന സംഘടനകളെയും. വദാലിക ഫി റിവായാത്ത്, അത് പല റിവായകളിലും കാണാം. മിസ്ല ഏതുപോലെ അസ്സമനുർ റാക്കിദ്, അർറീഹു തഅതി മിൻ ഹൈസു ലാ തദ്രി എന്ന നോവലുകളിലൊക്കെ അത് വ്യക്തമാണ്. മറ്റൊന്ന് ഹുബ്ബു വർ റൊമാൻസിയ, പ്രണയവും റൊമാൻറ്റിസവും. ലം തഖ്ലു റിവായാത്തു മീന മിൻ ഖിസസിൽ ഹുബ്ബ്, മീനയുടെ റിവായകൾ അല്ലെങ്കിൽ മീന എഴുതുന്ന രചനകൾ, അതിൽ പ്രണയ കഥകൾ ഒരിക്കലും വിദൂരമല്ല, ഒഴിഞ്ഞു പോയിട്ടില്ല. മുസവ്വിറൻ, അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. മശാഇർ അൽ ഇഷ്ഖി ബിസുദ്ഖിൻ വ ഇൻസാനിയ, ഇഷ്ഖ്, പ്രണയം എന്ന ആ ഒരു ഫീലിങ്ങിനെ സത്യസന്ധമായിട്ടും അതോടൊപ്പം മാനുഷികമായ രൂപത്തിൽ തന്നെ. കമാ ഫി റിവായത്തി ശംസുൽ മആബിർ എന്ന റിവായയിലേക്ക് കാണുന്ന പോലെ. ലം യഖ്തസിർ തഅ്സീറു ഹന്നാമീന അലാ അഅ്മാലിഹി ലദബിയ്യ ഫഹസ്ബ്, ഹന്നാമീന ഒരിക്കലും തൻ്റെ വർക്കുകൾ അത് സാഹിത്യ വർക്കുകളിൽ മാത്രം പരിമിതമാക്കിയില്ല. ബല്ലഅബ ദൗറൻ ഹാമ്മൻ ഫിൽ ഹയാത്തി സഖാഫിയ അൽ അറബിയ, മറ്റു സാംസ്കാരിക ജീവിതത്തിലും വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. നിളാനും മിൻ അജ്ലി ഹുർരിയത്തി തഅബീർ, അതിലൊരു മേഖലയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനം, അദ്ദേഹത്തിൻ്റെ പടയൊരുക്കം. സാഹമമീന ഫി തഅ്സീസ് ഇത്തിഹാദിൽ കുത്താബിൽ അറബ്, അവിടെ നമുക്ക് കാണാം ഇത്തിഹാദുൽ കുത്താബിൽ അറബ് എന്ന സംഘടന സ്ഥാപിക്കുന്നിടത്ത് ഹന്നാമീനയുടെ പങ്ക്. വനാദല മിൻ അജ്ലി ഹുർരിയത്തി തഅബീർ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറ്റുമുട്ടി. വദ്ദിമോക്രാത്തിയ, ഡെമോക്രസിക്ക് വേണ്ടിയിട്ടും. മുദാഫിഅൻ അൻ ഹുഖൂഖിൽ കുത്താബിൽ മുഫക്കിരീൻ, ചിന്തകരുടെയും എഴുത്തുകാരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും. അതോടൊപ്പം മുൽഹിമുൽ അജിയാൽ, തലമുറകൾക്കുള്ള വഴികാട്ടി എന്ന് പറയാം. അൽഹമതി ബിദഅതു മീന അജിയാല മിനൽ കുത്താബിൽ അറബ്, മീനയുടെ വർക്കുകൾ അത് അറബികളായ എഴുത്തുകാരിലെ വരും തലമുറകൾക്കുള്ള ഒരു വെളിച്ചമായിരുന്നു. വഫതഹത ലഹും ആഫാഖൻ ജദീദ, അവർക്ക് പുതിയ ചക്രവാളങ്ങൾ തുറന്നു കൊടുത്തു. ലിത്തഅബീർ അൻ മശാഇരിഹിം വഅഫ്കാരിഹിം, അവരുടെ ചിന്തകളും അവരുടെ ഫീലിങ്സുകളും ആവിഷ്കരിക്കുവാനുള്ള. ഇന്നൽ ഇൻതാജുൽ അദബി, സാഹിത്യ വർക്കുകൾ എന്തൊക്കെയാണ്? ബദഅ ഹന്നാമീന ഹയാതഹുൽ അദബിയ്യ ബികിതാബത്തി മസ്റഹിയ്യ ഡോൺ കിഹോട്ടെ. ഹന്നാമീന അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത് ഡോൺ കിഹോട്ടെ എന്ന സ്പാനിഷ്
ഐതിഹ്യത്തെ അല്ലെങ്കിൽ കഥയെ ചിത്രീകരിക്കുന്ന ഒരു മസ്രഹയുടെ എഴുത്തുകൊണ്ടാണ്. അല്ല തിലാഅത്ത് ഫി മിൻ മക്തബത്തി, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്. മിമ്മ ജഅലഹു യതജന്നബുൽ കിതാബ ലിൽ മസ്രഹ്, അവിടെ തുടർന്ന് അദ്ദേഹം പിന്നീട് മസ്രഹ് ഡ്രാമ എഴുതുന്നത് അദ്ദേഹം അകറ്റുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു. ബഅദാലിക കതബൽ അദീദ് മിന റിവായാത്ത്, പിന്നീട് അദ്ദേഹം എഴുതിയതെല്ലാം റിവായകളാണ്. വൽ ഖിസസുൽ ഖസീറ, ഷോർട്ട് സ്റ്റോറികളാണ്. അല്ലത്തി തജാവസത് അദദുഹാ 30 റിവായ തവീല, എത്രത്തോളം എന്ന് വെച്ചാൽ 30ഓളം വലിയ നോവലുകൾ അദ്ദേഹത്തിനുണ്ട്. ബിലിലാഫത്തിൽ അദീദ് മിനൽ ഖിസൽ ഖസീറ, അതിനു പുറമെ മറ്റു ഷോർട്ട് സ്റ്റോറികളുമുണ്ട്. കാരണം തുലി റിവായാത്തിഹി തവീല, അദ്ദേഹത്തിൻ്റെ വലിയ നീളമുള്ള നോവലുകളിൽ ഒന്നാണ് അൽ മസാബിഹു സർഖ എന്നുള്ളത്. അല്ലത്തി കതബഹ ഫി ആം 1954 മിലാദിയ, അത് എഴുതിയത് 1954-ലാണ്. വതവാലത ബഅദ ദാലിക ഇബ്ദാഅത്തുൽ അദബിയ്യ, അതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ സാഹിത്യ വർക്കുകൾ വന്നിട്ടുണ്ട്. അഅമാലുൽ ബാരിസ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വർക്കുകളാണ് റിവായ അൽ മസാബിഹു സർഖ, അതേപോലെ മറ്റൊരു റിവായാണ് അശ്ശിറാ വൽ ആസിഫ, മറ്റൊരു റിവായാണ് അസ്സൽജു യഅതി മിനൻ നാഫിദ, മറ്റൊരു റിവായാണ് ബഖായ സുവർ, മറ്റൊരു റിവായാണ് അൽ മുസ്തൻഖിഅ, അൽ യാത്തിർ, ഹികായ ബഹാർ, അദ്ദഖൽ, അൽ മർഫഉൽ ബഈദ്, അൽ റബീഉ വൽ ഖരീഫ്, അൽ ഖത്താഫ്, ഹമാമ സർഖാ ഫി സഹബ്, നിഹായത്തു റജുലിൻ ഷജാഅ, മറ്റൊരു റിവായാണ് അൽ വലാഅ, അൽ റഹീലു ഇൻദൽ ഗുറൂബ്, സിറാഉ ഇംറഅതൈൻ, البحر والسفينة، فوق الجبل وتحت الثلج، حين مات الهند، النار بين أصابع الامرأة، آحرة ونصف مجنون، امرأة تجهل أنها امرأة. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റിവായകളാണ്. മജ്മൂഅത്തു ഖിസസ് ലബ്നൂസത്തുൽ ബൈളാ, അദ്ദേഹത്തിൻ്റെ ദിറാസ നാദിം ഹക്മത്ത്. മജ്മൂഅ ഖിസ വേറെയാണ്. മൻ യദ്കുറു തിൽക്കൽ അയ്യാം, വേറെ ദിറാസയാണ് അദബുൽ ഹർബ്, വേറെ ദിറാസയുണ്ട് ഹവാദിസും ഫി തജ്രിബ അർ-റിവായിയ്യ. ഇനി അദ്ദേഹത്തിന് കിട്ടിയ അബ്രസു ജവാഇസിഹി, ഏറ്റവും പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ മെഡലുകളാണ്, അവാർഡുകളാണ്. ജായിസത്തുൽ മജ്ലിസിൽ അഅല ലി സഖാഫ അദാബ് വൽ ഉലൂം ദിമഷ്ക് ആം 1968, ആ അവാർഡ് ലഭിച്ചത് അൻ റിവായ അശ്ശിറാ വൽ ആസിഫ എന്ന നോവലിലാണ്. മറ്റൊന്ന് ജായിസത്ത് സുൽത്താൻ അൽ അവീസ് മിന ദൗറ അൽ ഊല ആം 1991 മിലാദിയ അല അതാഇഹി റിവായി, അദ്ദേഹത്തിൻ്റെ റിവായകൾക്കുള്ള മുന്നേറ്റങ്ങൾക്ക് ലഭിച്ച ഒരു അവാർഡാണത്. മറ്റൊന്ന് ജായിസത്തു അൽ മജ്ലിസ് സഖാഫി ലി ജനൂബ് ഇത്താലിയ ലി ആം 1993 മിലാദിയ, അത് ലഭിച്ചിട്ടുള്ളത് അൻ റിവായ അശ്ശിറാ വൽ ആസിഫ കഅഫ്ദൽ റിവായ മുതർജമ ഇല ഇറ്റാലിയ, ഇറ്റലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഏറ്റവും നല്ല റിവായ എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മറ്റൊന്ന് വിസാം അൽ ഇസ്തിഹഖാഖ് സൂരി മിന ദറജ അൽ മുംതാസ ലി ആം 2002, 2002 അദ്ദേഹത്തിന് ഏറ്റവും ഉന്നത സ്ഥാനമെന്ന് പരിഗണിച്ചുകൊണ്ട്, സാഹിത്യത്തെ സംഭാവന പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സിറിയയിലെ വിസാമുൽ ഇസ്തിഹഖാഖ് സൂരി ലഭിക്കുന്നു. മറും ജായിസത്തു അൽ കാത്തിബിൽ അറബി ലി ആം 2005 മിൻ ഇത്തിഹാദുൽ കുത്താബിൽ മിസ്രിയീൻ, ഇത്തിഹാദുൽ കുത്താബിൽ മിസ്രിയുടെ ഭാഗത്തു നിന്നുള്ള 2005 അവാർഡ് കിട്ടുന്നു. ബിമുനാസബത്തി മുറൂറി 30 ആമിൻ അലാ തഅസീസിഹി, അതിൻ്റെ സ്ഥാപിച്ചിട്ടുള്ള ഇത്തിഹാദ് കുത്താബ് മിസ്രി സ്ഥാപിച്ചതിൻ്റെ 30ാം വാർഷികത്തിൻ്റെ അനുബന്ധിച്ച് ഇഅ്തിറാഫ് മിൻ താജിൽ അദബിയ്യ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികൾക്കുള്ള അംഗീകാരം എന്ന നിലക്ക്. നമ്മളിവിടെ പഠിച്ചത് ഹന്നാമിന റിവായിൻ സൂറിയൻ, ഒരു സിറിയൻ നോവലിസ്റ്റാണ്. കാഫഹ കസീറൻ ഫി ബിദായത്തി ഹയാത്തിഹി, തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ധാരാളം അദ്ദേഹം സംഘടനകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ധാരാളം ജീവിതത്തോടെ ഏറ്റുമുട്ടുന്നുണ്ട്. ഇഷ്തഗല ഫി മിഹൻ കസീറ, ധാരാളം ജോലികൾ അദ്ദേഹം വ്യാപൃതനാവുന്നുണ്ട്. സാഹമ ഫി തഅസീസ് റാബിത്തുൽ കുത്താബി സുറിയീൻ ഇത്തിഹാദുൽ കുത്താബിൽ അറബ്, ഈ 2 സംഘടനകളെ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. റിവായത്തുൽ ഊല, ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ റിവായ അൽ മസാബിഹു സർഖാ എന്നാണ്. ഹുവ മിൻ റുവാദി അൽ വാഖിയ്യ ഫി റിവായ അൽ അറബിയ്യ, അറബി നോവലിലെ അൽ വാഖിയ്യ റിയലിസം എന്ന മേഖലയിലെ എഴുത്തുകാരിലെ പ്രഗത്ഭനാണ്. തനാവല ഫി അഅമാലിഹിൽ ഖിസസിയ്യ മുആനാത്തി തബഖാത്തിൽ ഫഖീറ വൽ കാദിഹ, ജീവിതത്തിൽ ഏറ്റുമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രതിസന്ധികളെ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അദ്ദേഹം വിഷയമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. റക്കസ അലാ തസ്വീരി ഹയാത്തി അഹ്ലിൽ ബഹർ, കടൽ ജീവനക്കാരുടെ, കടലിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മിമ്മാ ജഅലഹു യുറഫു ബി റിവായിയുൽ ബഹർ, അത് പിന്നീട് അദ്ദേഹം റിവായിയുൽ ബഹർ എന്ന് അറിയപ്പെടാൻ കാരണമായി. തമയ്യസ ഉസ്ലൂബുഹു ബിൽ ബസാത വസ്സലാസ, അദ്ദേഹത്തിൻ്റെ ശൈലി അത് ലാളിത്യം കൊണ്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ സലാസ കൊണ്ടും അതിൻ്റെ സ്മൂത്ത്നെസ് കൊണ്ടും അത് വ്യതിരിക്തമാകുന്നുണ്ട്. മുവദ്ദിഫ് ലഹജ അൽ ആമിയ അഹ്യാനം ഫി ഖിസ്സി വറിവായാതിഹി, എന്നാൽ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും ലോക്കൽ ലാംഗ്വേജ് ഉപയോഗപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ലഹു അക്സറ മിൻ 30 റിവായ, അദ്ദേഹത്തിന് 30ലധികം റിവായകളുണ്ട്. വൽ അദീദ്
എണ്ണമറ്റ മിൻ മജ്മുഅത്തിൻ ഖിസസിയ്യ മറ്റു കഥാസമാഹാരങ്ങളുണ്ട്. ബിൽ ഇളാഫ ഇല അദ്ദിറാസാത്ത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുണ്ട്. വൽ അബ്ഹാസ് ഗവേഷണങ്ങളുണ്ട്. ഹൗല മവാദിഅ ശത്ത വ്യത്യസ്ത വിഷയങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പാഠവുമായി ബന്ധപ്പെട്ട്. മത്താ വുലിദ ഹന്നാമീന വ ഐന എപ്പോഴാണ് ജനിച്ചത്, എവിടെയാണ് ഹന്നാമീന ജനിച്ചത്. മാഹിയ ദുറൂഫ് അല്ലത്തി അജ്ബറത് ഹന്നാമീന അല തർക്കി ദിറാസ വൽ അമൽ ഫി മിഹൻ ഷത്ത വ്യത്യസ്ത ജോലികളിൽ ജോലി ചെയ്യാനും തൻ്റെ പഠനം ഉപേക്ഷിക്കുവാനും ഹന്നാമീനയെ നിർബന്ധം ചെലുത്തിയ ദുറൂഫുകൾ എന്തെല്ലാം. ദുറൂഫ് മീൻസ് സാഹചര്യങ്ങൾ. ഉദ്കുർ ബഅദൽ മിഹൻ ചില ജോലികളെ പറയുക. അല്ലത്തി അമല ബിഹ ഹന്നാമീന ജോലി ചെയ്ത ഖബ്ല അൻ യുസ്ബിഹ റിവായിയൻ അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആകുന്നതിന് മുമ്പ്. മാഹിയ റാബിത ഏത് സംഘങ്ങളാണ്. അല്ലത്തി സഹമ ഹന്നാമീന ഫി തഅസീസിഹ അവർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഹന്നാമീന പങ്കുവഹിച്ചത്. മറ്റാ തൂഫിയ ഹന്നാമീന എപ്പോഴാണ് ഹന്നാമീന വഫാത്തായത്. മാഹിയ അവ്വലു റിവായത്തിൻ നശറഹ ഹന്നാമീന വഫി അയ്യി ആമിൻ എപ്പോഴാണ് തൻ്റെ ഒന്നാമത്തെ റിവായ ഹന്നാമീന പബ്ലിഷ് ചെയ്തത്, ഏത് വർഷത്തിലാണ്. മാഹിയൽ മൗദൂഅത്തുല്ലത്തി റക്കസ അലൈഹ ഹന്നാമീന ഫി റിവായത്തിഹി തൻ്റെ റിവായകളിൽ ഹന്നാമീന ഫോക്കസ് ചെയ്ത വിഷയങ്ങളെല്ലാം ഏതെല്ലാമാണ്. ഉദ്കുർ ബഅദൽ അഅ്മാലിൽ ബാരിസ ലി ഹന്നാമീനയുടെ പ്രസിദ്ധമായ ചില വർക്കുകൾ പറയുക. മാഹിയൽ ജായിസ അല്ലത്തി ഹസല അലൈഹ ഹന്നാമീന മിനൽ മജ്ലിസി സഖാഫി ലി ജനൂബി ഇറ്റാലിയ ജനൂബി ഇറ്റാലിയയുടെ മജ്ലിസ് സഖാഫിയിൽ നിന്ന് ഹന്നാമീനക്ക് ലഭിച്ചിട്ടുള്ള പ്രൈസ് മെഡൽ എന്തൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഹന്നാമീനയുടെ ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. ഇനി അടുത്ത യൂണിറ്റിൽ ഹന്നാമീന എഴുതിയ ഒരു കഥയാണ് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് മറ്റു സന്ദർഭത്തിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.